Yes, this movie is shot on iPhone. F1 the movie. Man, what a movie. What a enthusiasm, what a tension. നിങ്ങളൊരു കാർ ലവർ ആണോ? ഒരു കാർ എന്തൂസിയാസ്റ്റ് ആണോ? അതോടൊപ്പം F1 ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? ഗ്രാബ് യുവർ ടിക്കറ്റ്സ് ആൻഡ് ഗോ വാച്ച്. ഐമാക്സ് പ്രിഫറബിളി ഞാൻ ചെയ്യുന്നുണ്ട്. ഐമാക്സ് കാണാൻ പറ്റുമെങ്കിൽ ഐമാക്സ് കാണാം. ഒരു വണ്ടർഫുൾ ട്രീറ്റ് ആയിരിക്കും ഈ ഒരു മൂവി നിങ്ങൾക്ക് തരാൻ പോകുന്നത്, സത്യമായിട്ടും. ആൻഡ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആണെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാകും, എന്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ടെക് ചാനലിൽ ഈ ഒരു വീഡിയോയുടെ റിവ്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ ഈ ഒരു സിനിമ റിവ്യൂ ചെയ്യുന്നു? ഇതിന് ഒരു ഒബ്വിയസ് ആയ കാരണമുണ്ട്. ദിസ് ഈസ് എ ഒറിജിനൽ ആപ്പിൾ ഫിലിം. ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആപ്പിൾ പ്രൊഡക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ വാർണർ ബ്രോസും കൂടി സോ ഇത് എനിക്ക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ചാനലിൽ ഇങ്ങനൊരു സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ രണ്ട് മെയിൻ പാർട്ടാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഒന്നാമത് ഹൗ ഈസ് F1 ദ മൂവി, രണ്ടാമത് ആപ്പിൾ എന്ന കമ്പനി ഈ ഒരു മൂവിക്ക് വേണ്ടി എന്താണ് കൊടുത്തത്, ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സിനിമയിൽ എന്തൊക്കെ ഷോട്ടിലാണ് എടുത്തിരിക്കുന്നത്, ഈ രണ്ട് കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. സോ ഇതേപോലെ അടിപൊളി കാര്യം അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് എബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക. ഒന്നാമത്തെ കാര്യം, എങ്ങനെ ഉണ്ടായിരുന്നു ഈ പടം? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാണുക, പോയി ഇരുന്ന് നിങ്ങൾ എൻജോയ് ചെയ്യുക. പടം ത്രൂ ഔട്ട് നമുക്ക് പ്രിഡിക്റ്റഡ് ആണ്, നമുക്ക് മനസ്സിലാവും ഇന്നതാണ് വരാൻ പോകുന്നത്, എല്ലാം മനസ്സിലാവും. പക്ഷേ ജോസഫ് കിസിൻസ്കിയുടെ ആ ഒരു ഡയറക്ഷൻ, മാൻ വാട്ട് എ ഡയറക്ഷൻ. ടോപ്പ് ഗൺ മാവറിക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളിക്കാരുടെ ഷോട്ടും പുള്ളിക്കാരുടെ ഡയറക്ഷനും പുള്ളിക്കാരുടെ ആ ഒരു എക്സിക്യൂഷനൊക്കെ പ്രോപ്പറാണ്. ഈ പടത്തിൻ്റെ എന്താ പറയുക ലൈനപ്പ് അല്ലെങ്കിൽ ഫോമിങ് ചെയ്യുന്ന സമയത്ത് തന്നെ പുള്ളിക്കാരൻ പറയുന്നത്, എനിക്ക് ഇന്നേ വരെ ഹോളിവുഡ് ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരാത്ത ഒരു ക്യാമറ സെറ്റപ്പ് കൊണ്ടുവരണം, അതോടൊപ്പം തന്നെ ഇത് കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആക്കണം ആൾക്കാർക്ക് കൊടുക്കേണ്ടതെന്ന്. അത് ആ ഒരു വാക്ക് പുള്ളിക്കാരൻ പാലിച്ചിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു കാറിൻ്റെ സീറ്റ് പോട്ടെ, ഒരു കോക്പിറ്റിൽ കയറിയിരിക്കുക F1 കാർ റേസിൻ്റെ, എന്നിട്ട് അങ്ങ് ഓടിക്കുക, എന്തായിരിക്കും ഫീല്? അത് നമുക്ക് കിട്ടും. സാധനം പോലെ നമുക്ക് കിട്ടും, സത്യമായിട്ടും. ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് തരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്, അത് കിട്ടിയിട്ടുണ്ട്, എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അതോടൊപ്പം ഹാൻസ് സിമ്മറിൻ്റെ മ്യൂസിക് ടെൻഷൻ ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ശരിക്കും ടെൻഷൻ ബിൽഡ് ചെയ്യും. ഹാൻസ് സിമ്മറിൻ്റെ കാര്യം നമ്മൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ആൻഡ് ഇതിൻ്റെ വീഡിയോഗ്രാഫി, അങ്ങനെ കുറേ എഡിറ്റിംഗ്, കുറേയധികം കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ഒരു പടം നമുക്ക് ഹൈപ്പ് കിട്ടുന്നത്. ആൻഡ് ബ്രാഡ് പിറ്റ് അങ്ങോട്ട് ജീവിച്ചിരിക്കുകയാണ്. 3 കൊല്ലം കഷ്ടപ്പെട്ടാണ് ഈ ഒരു പടത്തിന് വേണ്ടി പുള്ളിക്കാരൻ ഇതിനെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഡയറക്റ്റ് കയറി വെറുതെ F1 കാർ ഓടിച്ചല്ല, F4, F3, F2, F1 എന്നീ എല്ലാ ക്രൈറ്റീരിയയും കടന്നാണ് ഈ ഒരു സ്റ്റേജിൽ പുള്ളിക്കാരൻ വന്നിരിക്കുന്നത്. ആൻഡ് വെറുതെ CGI ഒന്നുമല്ല, ഈ ഒരു പടത്തിന് വേണ്ടി തന്നെ ഇതിൽ വന്നിരുന്ന എല്ലാ ആക്ടേഴ്സും ഡയറക്റ്റ് അല്ലെങ്കിൽ ഒറിജിനലായിട്ട് കാർ തന്നെയാണ് ഓടിച്ചിരിക്കുന്നത്, CGI അല്ല. അതൊന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു പടത്തിൽ CGI-നെക്കാട്ടും കൂടുതൽ റിയൽ ഷോട്ട്സും റിയൽ ആയിട്ടുള്ള ആക്ഷൻസുമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ആ ഒരു ഒതൻറ്റിസിറ്റി നമുക്ക് ഈ ഒരു പടത്തിൽ കിട്ടും. ആൻഡ് ഈ ഒരു പടത്തിൻ്റെ റേസിംഗ് കൺസൾട്ടൻ്റ് ആയിട്ട് വരുന്നത് വേറെ ആരുമില്ല, നമ്മുടെ ലൂയിസ് ഹാമിൽട്ടൺ ആണ്. ലൂയിസ് ഹാമിൽട്ടൺ 7 times വേൾഡ് ചാമ്പ്യൻ, മൈ ഫേവറേറ്റ്. സോ ലൂയിസ് ഹാമിൽട്ടനും കൂടെ വരുന്നുണ്ട് ഈ ഒരു പടത്തിൽ. പുള്ളിക്കാരൻ ഓൾറെഡി ട്രെയിലറിലൊക്കെ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. ആൻഡ് വേറെ കുറച്ച് ക്യാമിയോസ് നമുക്ക് ഈ പടത്തിൽ വരുന്നുണ്ട്. സോ അത് ഞാൻ എന്താ പറയുക, സ്പോയിൽ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല. അതുപോലെ നിങ്ങൾക്ക് കുറേ ഗൂസ് ബംസ് വരുന്ന സീനുകൾ ഈ പടത്തിൽ ഫോർ ഷുവർ ഉണ്ടാവും. എനിക്ക് ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു മൂവി കിട്ടിയത്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു കാർ ലവറാണ്, നിങ്ങൾക്ക് കാർ ഇഷ്ടമാണ്, നിങ്ങൾക്ക് കാറിൻ്റെ കുറേ കാലം അറിയണമെന്നുണ്ട്, F1 ഫോളോ ചെയ്യാറുണ്ട് എന്നീ പറഞ്ഞ കുറേയധികം ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ടിക്കറ്റ് എടുക്കുക. ഒരു 150 രൂപ 190 ടിക്കറ്റ് അറ്റ്ലീസ്റ്റ് കിട്ടുമെങ്കിൽ അതെടുക്കുക. അല്ല ഐമാക്സ് കിട്ടുമെങ്കിൽ ഐമാക്സിൽ നിങ്ങൾ കാണാം. ഇനി നമ്മുടെ രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് ആപ്പിൾ ഈ പറഞ്ഞ പടത്തിന് വേണ്ടി ഒരു പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്തത്? യെസ്, ദിസ് മൂവി ഈസ് ഷോട്ട് ഓൺ ഐഫോൺ. എല്ലാ ഷോട്ടൊന്നും ഞാൻ പറയില്ല, പക്ഷേ ലക്ഷങ്ങൾ വരുന്ന ക്യാമറ റിഗ് പോലും വെക്കാൻ പറ്റാത്ത സ്ഥലത്ത് ഐഫോൺ ക്യാമറ സെൻസേഴ്സ് യൂസ് ചെയ്താണ് ആപ്പിൾ ഈ പറഞ്ഞ ക്യാമറ മൊഡ്യൂള് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, ഈ സിനിമയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആപ്പിൾ എൻജിനീയേഴ്സ് ഒരു പുതിയ സിസ്റ്റം കണ്ടുപിടിച്ചു. നമ്മുടെ F1 കാറിലൊക്കെ പൊക്കത്ത് ഒരു ബ്രോഡ്കാസ്റ്റിൻ്റെ ക്യാമറ ഉണ്ടാവും. ഈ F1 ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, കുറേയധികം ഓപ്ഷൻസ് നമ്മുടെ കാറിൻ്റെ നോസിൽ, അതേപോലെ കോക്പിറ്റിൽ, പൊക്കത്ത്, തലയുടെ പൊക്കത്ത് ഒരു ബ്രോഡ്കാസ്റ്റ് ചാനൽ ക്യാമറയൊക്കെ ഉണ്ടാവും. ഈ ഒരു കാര്യം
ഫ്ലാറ്റ് ആണ്, അല്ലെങ്കിൽ ഇതിൽ കാണുന്ന ക്യാമറ വിഷ്വൽസ് ഫ്ലാറ്റ് ആണ്. നിങ്ങൾ F1 ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഒരു TV ബ്രോഡ്കാസ്റ്റ് ക്വാളിറ്റി എന്താണ് അതേ ഉള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ IMAXോ 4Kയോ അങ്ങനെ ഒന്നും നിങ്ങൾക്ക് ഇതിന് കിട്ടില്ല. പക്ഷേ ആപ്പിൾ എഞ്ചിനീയേഴ്സ് ഇതിനു വേണ്ടി ഓൾമോസ്റ്റ് 15 മോഡലാണ് ക്രിയേറ്റ് ചെയ്തത്. ഈ 15 മോഡലും ഫുൾ 4Kയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതോടൊപ്പം നമുക്ക് ലോഗ് സപ്പോർട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോറസ് സപ്പോർട്ട് ഉണ്ട്, ND ഫിൽറ്റേഴ്സിന്റെ ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇത്രമാത്രം ഓപ്ഷൻസ് എല്ലാം കൊടുത്തുകൊണ്ടാണ് ആപ്പിൾ ഈ പറഞ്ഞ മോഡല് ക്രിയേറ്റ് ചെയ്തത്. ഇവിടെയും വേറൊരു ഓപ്ഷൻ അല്ലെങ്കിൽ വേറൊരു ഡീറ്റെയിലിംഗ് ആപ്പിൾ വെക്കുന്നുണ്ട്. ആപ്പിൾ ഈ പറഞ്ഞ ക്യാമറ വെറുതെ ഉണ്ടാക്കി കൊടുത്താൽ പോരാ, FIA അഥവാ ഈ പറഞ്ഞ ഫെഡറേഷൻ ഉണ്ട്, റേസിങ്ങിനൊക്കെ ഉണ്ടാകുന്ന ഒരു ഫെഡറേഷൻ. ഈ ഒരു ഫെഡറേഷൻ അപ്രൂവ് ചെയ്യുന്ന ഒരു വെയിറ്റിന് വേണം ഈ പറഞ്ഞ ക്യാമറ ഉണ്ടാക്കി കൊടുക്കാൻ. ക്യാമറ ഉള്ളിലുള്ള ബ്രെയിൻ ആപ്പിൾ സിലിക്കണാണ്. ഈ പറഞ്ഞ മൊഡ്യൂളിൽ ഒരു ലൈറ്റ്നിങ് പോർട്ട് ഉണ്ട്. ഈ ലൈറ്റ്നിങ് പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഷോട്ടും ഈ പറഞ്ഞ ട്രാക്കിൽ ഓടിച്ചിട്ടുള്ള എല്ലാ ഷോട്ടുകളും ഐപാഡിലേക്ക് കോപ്പി ചെയ്യുകയും ആ ഒരു സ്പോട്ടിൽ തന്നെ വേണ്ട ഫൂട്ടേജ് എല്ലാം എഡിറ്റ് ചെയ്യുകയും ആ ഒരു കാര്യങ്ങൾ കണ്ട് എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് വേണോ അതെല്ലാം ആപ്പിളിൻ്റെ ഈ ഒരു ക്യാമറയിൽ ചെയ്തിട്ടുണ്ട്. സോ ഈ പറഞ്ഞ F1 കാറിൻ്റെ നോസിലായിക്കോട്ടെ, കോക്പിറ്റിലായിക്കോട്ടെ, പൊക്കത്തുള്ള ബ്രോഡ്കാസ്റ്റ് ചാനലായിക്കോട്ടെ, മൾട്ടിപ്പിൾ സ്ഥലത്താണ് ഈ പറഞ്ഞ ക്യാമറ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ത്രൂ ഔട്ട് നിങ്ങൾ ഈ ഒരു മൂവി കാണുമ്പോൾ എവിടെയാണ് ഐഫോണിൻ്റെ ഫുട്ടേജ്, എവിടെയാണ് ഈ പറഞ്ഞ ലക്ഷങ്ങളും കോടികളും കൊടുത്തു വന്ന ആ ഒരു ക്യാമറ അല്ലെങ്കിൽ ഈ പറഞ്ഞ മൂവി ക്യാമറയുടെ ഷോട്ടുകളൊന്നും മനസ്സിലാവില്ല. ഒരേ കളർ ഗ്രേഡിങ്, ഒരേ ബിറ്റ് റേറ്റ്, എല്ലാം സെയിം. സോ ഐഫോണോ ആൻഡ്രോയിഡോ ഞാൻ അത് പറഞ്ഞേക്കാം, ഏത് ഫോണെന്നല്ല, ആ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മൾ ആ ഒരു വീഡിയോഗ്രാഫി എക്സിക്യൂട്ട് ചെയ്യുക എന്നതിലാണ് കാര്യം. സോ ഞാൻ ഈ ഒരു പറഞ്ഞ ഈ ഒരു കുറേ ഓപ്ഷൻസും ബാക്കി എല്ലാ കാര്യങ്ങളും ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഐഫോണിൻ്റെ ക്യാമറ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവിൽ ത്രൂ ഔട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ ഫുട്ടേജും അല്ല, പക്ഷെ ഞാൻ പറഞ്ഞ പോലെ പല ക്ലോസ് ഷോട്ടുകൾ, കാറിൻ്റെ മൂവ്മെൻറ്റ്സ്, അതോടൊപ്പം കളർ ഗ്രേഡിങ്, ND ഫിൽറ്റേഴ്സ് ഉപയോഗിച്ചുള്ള കളർ ആക്യുറസി ആൻഡ് കളർ എക്സ്പോഷർ, അങ്ങനെ കുറേയധികം കാര്യങ്ങളും ഈ ഒരു കാര്യത്തിന് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ആപ്പിൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു മൂവി നിങ്ങൾക്ക് എന്തായാലും ഒരു മസ്റ്റ് വാച്ചിനായിരിക്കും. എന്തായാലും IMAX തന്നെ പോയി കാണാൻ പറ്റുമെങ്കിൽ IMAX തന്നെ പോയി കാണുക. ഇതേപോലുള്ള അടിപൊളിയായ ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കിയുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഇസ് Bin Xavier signing from Evika.